സോ വെൽക്കം ബാക്ക് യൂട്യൂബ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സ്ക്രാം 440 ആണ്. യൂഷ്വൽ സ്പോട്ട് പോകണോ അതോ നമുക്ക് വൈത്തിരി പിടിച്ചാലോ? ഇന്നലെ ഞാൻ ആക്ച്വലി ഹണ്ടറിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുക്കൽ അതിനടുത്ത്. അപ്പം ഓക്കെ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ദ ബൈക്ക് വാസ് ഓക്കെ. നിതമ്പം കുറച്ച് ഫക്ടപ്പായി, അത്രേ ഉള്ളൂ. വേറെ സീനൊന്നുമില്ല. വണ്ടി ഡീസൻറ്റ് പവറൊക്കെയാണ്. മൈലേജും അത്യാവശ്യം കിട്ടുന്നുണ്ട് ഹണ്ടറിന്. പിന്നെ ഇന്നിപ്പം വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം വണ്ടി കയ്യിൽ കിട്ടി. നൈസായിട്ട് പെട്രോൾ അടിച്ച് നമുക്കൊന്ന് വൈത്തിരി വരെ പോയിട്ട് വരാം. ഇന്നൊരു കാട്ടിക്കൂട്ട് വ്ളോഗായിരിക്കുന്നൊക്കെ നോക്കാം. സോ എന്തായാലും നമ്മൾ യൂഷ്വലി കാണുന്ന വഴികളാണ്. ഇനി എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയാം. ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം. എന്താ ഞാനീ പറയുന്നത്? ലൈക്ക് 411 ഹിമാലയന്ന് 450 എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഹിമാലയൻ്റെ അതേ ലുക്സും അതിനേക്കാളും കുറച്ചുകൂടെ പവറും തരുന്ന ഒരു ഡീസൻറ്റ് ബൈക്കാണ് 440. ഓക്കെ, അതുപോലെ ഹീറ്റും ഫ്രീ ആയിട്ട് തരുന്നൊരു വണ്ടിയാണ് 440. സോ ഇഫ് യു ആർ എ ഹാർഡ് കോർ ഫാൻ ഓഫ് 411 സീരീസ്, ലൈക്ക് പഴയ ഹിമാലയൻ മോഡൽസ്, അപ്പം അങ്ങനത്തെവർക്കൊക്കെ കുറച്ചും കൂടെ പവർഫുൾ എഞ്ചിനായിട്ട് കുറച്ചും കൂടെ ഒരു നൈസ് ബൈക്ക്. പിന്നെ എല്ലാവർക്കും അറിയാം റോയൽ എൻഫീൽഡാണ്, പണികൾ വരും. അതിൻ്റെ മറുവശം. പക്ഷെ ഓടിക്കാൻ ദീസ് വൺസ് ആർ ദ ബെസ്റ്റ്. ചായ കുടിക്കാൻ നിർത്തിയൊന്നുമില്ല, കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കാൻ നിർത്തുക. എപ്പോഴും വിചാരിക്കും ഇവിടുന്ന് 2-3 സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കണമെന്ന്. വലിയ രസമൊന്നുമില്ല, എന്നാലും ഓരോ ആഗ്രഹങ്ങളും. എന്താ ചെയ്യുക, നമുക്കെന്തായാലും മേലോട്ട് പോവാം. എന്നിട്ട് ഒരു സായെ സാപ്പിടലാം, ഒരു സോയിമുട്ട ലെറ്റ്സ് ഗോ. പവർ മാറ്റേഴ്സ്. കാരണം എക്സ്പൾസിൽ ഞാൻ വരുന്നതാണ്. എക്സ്പൾസിൽ ഞാൻ വരികയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് എത്തിയ പോലെ തോന്നില്ലായിരുന്നു. ഇവിടെ കുറേ സമയം എടുത്ത പോലെ തോന്നിയിരുന്നു. പക്ഷേ ഇതിൽ പെട്ടെന്ന് നമ്മൾ ചുരം കയറി തുടങ്ങി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമുക്ക്. വണ്ടി ഓടിക്കുമ്പോൾ ടിപ്പിക്കൽ എനിക്ക് പഴയ 411 ആ വൈബ്സാണ് കിട്ടുന്നത്. ഫ്ലിക്ക് ചെയ്തെടുക്കാൻ നല്ല സുഖമാണ് വണ്ടി. ഇതേ 390 വേണം, 390 250 എല്ലാം ഒരുപോലെ ഉണ്ട് കാണാൻ. വേണ്ടതുനിന്ന് ഇന്നലെ എത്തി. ഇല്ല, ഇന്ന് രാവിലെ 1 മണി. പിന്നെ ഇവിടെ എവിടെയോ തെണ്ടിത്തരി നടക്കണ്ടല്ലോ. ഏത് മല? എവിടെയാ? മേപ്പാടിയല്ലേ? പോയിക്കോട്ടെ, ഞാനില്ല. ഞാൻ ചുമ്മാ ഇറങ്ങിയതാ, സമയം പോവില്ല എടുത്തിട്ട്. പിന്നെ കുറേ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ ഉണ്ട്. എനിക്കൊരു ചായ ഉണ്ടായിത്തരാ? എന്നാ കാടമ്മ മതി. കാടമത്തിൻ്റെ ഒരു സിനിമാറ്റിക് ഷോട്ട് ഇട്ടല്ലോ അല്ലേ? ബാക്ക് ബ്രേക്ക് കുറച്ച് ഉള്ളോട്ട് അതിൻ്റെ. അയ്യോ, എന്ത് സുഖം അത് ഓടിക്കാന്നറിയോ. ഒന്ന് ഓടിക്കണമെന്നില്ല, ഇരുന്ന് ഓടിച്ചാൽ മതി. അത്രയും സുഖം വണ്ടി ഓടിക്കാൻ. പിന്നെ ദിസ് ഈസ് നോട്ട് എൻ ഓഫ് റോഡ് മെഷീൻ, ദിസ് ഈസ് എ പ്രോപ്പർ ടൂറിങ് മെഷീൻ. അപ്പം ടൂറിങ്ങിന് കൂടിയാണ്. കുഴപ്പമില്ല. ബ്രേക്ക് ക്ലച്ച് പോലെ ഉണ്ട്. പടച്ചോനെ, ഒരു ചായ കുടിക്കാൻ വന്ന ഞാനാ. സമയം 6 മണിയായി. ഇരുന്നിരുന്ന് വർത്താനം പറഞ്ഞ സമയം പോയിട്ട് ഈ ഒരു സാധനം ഞാൻ വീട്ടിലോട്ട് മേടിച്ചു.
കൊള്ളാം. ചെറിയ റേറ്റേ ഉള്ളൂ, 325 എന്തോ. അതിൻ്റെ അകത്ത് 2 പാക്ക് ഉണ്ടാവും. എന്നാൽ ഞാൻ എസ്കേപ്പിംഗ് തിങ്കളാഴ്ച ആണ് കേട്ടോ. യെസ്, ഐ ആം ഗോയിങ്. ഇല്ല, ചില്ല് ചെയ്തിട്ടെ. എനിക്ക് ഇന്നലത്തെ ഉറക്കമുണ്ട്. തണുത്ത് കൈ പിടിച്ചോ നീ. ഓക്കെ, ബൈ ബൈ. ആ സോ അതാണ് ഇന്നത്തെ കഥ. വല്ലാത്തൊരു കഥയായിപ്പോയി. നമ്മുടെ ഡേർട്ട് മാക്സ് എന്ന് പറയും, വൈത്തിരി 1000 എന്തുവാ. അപ്പം ആർക്കെങ്കിലും ഇതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി, അയച്ചുതരാം. സ്ഥലം പൊളിയാണ്, ചായ പൊളിയാണ്, ആംബിയൻസ് സീനാണ്. ഇനി മെല്ലെ ബാക്ക് ടു ഹോം. വീട്ടിൽ പോകണം. വീട്ടിൽ നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ബിരിയാണി കഴിക്കാം. പോട്ടെ, ടാറ്റാ. പോരുന്നോ? അവിടെ നല്ല തണുപ്പുണ്ട്. നേരത്തെ രാവിലെ കണ്ട ക്ലൈമറ്റ് അല്ല, ക്ലൈമറ്റ് കംപ്ലീറ്റ്ലി മാറി. ഫുള്ള് അതെ തണുപ്പായി. അപ്പോൾ എന്തായാലും ബൈ കോട കാണിക്കാൻ മാത്രമുള്ള ലൈറ്റ് അവിടേക്ക് എത്തുമ്പോൾ ഉണ്ടാവും എനിക്കറിയില്ല. കാരണം ഗോപ്രോ ആണ്, നൈറ്റ് ഷിഫ്റ്റാണ്. സോ ലെറ്റ്സ് ഗോ ടുമോറോ ബാക്ക് ടു വർക്ക്. അപ്പം ചെറിയ വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, സബ്സ്ക്രൈബ്. ബൈ. ഇൻ കേസ് യു ആർ നോട്ട് ഫോളോയിങ് മീ ഓൺ ഇൻസ്റ്റഗ്രാം, സെയിം നെയിം നോക്കിയാൽ മതി. ഓക്കെ, ഏതാ മൂഡ്.